So today we are going to see the different integrated farming systems using fish and livestock. Okay, so integrated farming system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a practice in which we link together different systems, different separate systems, farming systems. Okay, അതായത് നമ്മൾ സാധാരണഗതിയിൽ this each of these farming systems like fish അല്ലെങ്കിൽ cattle അല്ലെങ്കിൽ pig അല്ലെങ്കിൽ poultry എന്നൊക്കെ പറയുന്നത് they are different culture systems. But in integrated farming system, we put together all these systems into a single space. So we can actually use the space utilization can be increased, as well as the main aim of this integrated farming system, that is the recycling of the animal waste. So it actually enhances the waste management and land utilization. So in which the waste of one system becomes the food for or the input for the other system. സോ ഈ ടൈപ്പ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും വളരെയധികം കോമൺ ആയിട്ട് ഏഷ്യയിൽ ഇന്തോനേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാമിംഗ് സിസ്റ്റം ആണ്. So there are different systems are practiced. Main system നമുക്ക് പഠിക്കാനുള്ളത് fish or shrimp cum pig culture, then fish cum duck, fish cum cattle, fish cum chicken. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. And what are the main principles of farming technology? The main principle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു that is we can increase the intensification, degree of intensification can be increased. It is മൂന്ന് ടൈപ്പ് സിസ്റ്റം ഫാമിംഗ് സിസ്റ്റംസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇൻറ്റൻസീവ് ഉണ്ട്, സെമി ഇൻറ്റൻസീവ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് സിസ്റ്റം ഉണ്ട്. എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീൻ കെട്ട് പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന വേർ വി ഡോണ്ട് യൂസ് മച്ച് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ ഫീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എറേഷൻ സിസ്റ്റം അങ്ങനെയൊന്നുമില്ല. വളരെ റോ ആയിട്ട് വളരെ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നാച്ചുറൽ വാട്ടേഴ്സിൽ തന്നെ യൂസിങ് നാച്ചുറൽ ഫീഡ് കൾച്ചർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി വിൽ ബി ലെസ്സർ കമ്പയർഡ് ടു ദ അതർ ടു സിസ്റ്റംസ്. ദെൻ സെമി ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ വി യൂസ് ഫെർട്ടിലൈസേഷൻ ആസ് വെൽ ആസ് ദ സപ്ലിമെൻ്ററി ഫീഡ്. ഓക്കെ, ഇനി ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി കംപ്ലീറ്റ്ലി റിലേറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഫീഡ്. അതായത് നമ്മൾ ചില ഷ്രിംപ് ഫാംസൊക്കെ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വി ക്യാൻ സീ ഷ്രിംപ് ഫാംസ് വേർ ഇറ്റ് ഈസ് ഓൺലി ഇൻറ്റൻസീവ്. അതായത് ഫുൾ ലാബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ വളരെ ഹൈ സ്റ്റോക്കിംഗ് ഡെൻസിറ്റിയിൽ പ്രൊവൈഡിങ് ഓൾ ദ ആർട്ടിഫിഷ്യൽ ഫീഡ്, ദെൻ അതർ ക്വാറൻറ്റൈൻ മെഷേഴ്സ്, ദെൻ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയുള്ള ഹോർമോൺസ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലെല്ലാം ഒരു കൺട്രോൾഡ് സിസ്റ്റത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മെയിൻ പർപ്പസ് ഓർ ദ മെയിൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് integrated farming system. Here we can see this fish, using the fish. ഈ ഫിഷ് എന്ന് പറയുന്ന വിച്ച് കൺട്രോൾസ് നമ്മൾ പഠിച്ചാണ് പാഡി കം ഫിഷ് കൾച്ചറിൽ. അതായത് കൺട്രോൾസ് വീഡ്സ്. അപ്പം പാഡി കം ഫിഷ് ആണെങ്കിൽ നമുക്ക് ഫിഷ് വീഡ്സിൻ്റെയും അതേപോലെ തന്നെ പെസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നു. അതിന് പകരമായിട്ട് ഫിഷിന് ഫീഡ്, അതായത് ഒരു ഏരിയ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട് വൈൽ യൂസിങ് ദിസ് പാഡി ഇൻറ്റഗ്രേറ്റീവ് സിസ്റ്റം. ദെൻ ഹിയർ നമ്മൾ ഡക്കിനെ യൂസ് ചെയ്യുമ്പോൾ ഡക്ക് മാനുവർ ബിക്കംസ് എ ഫീഡ് ഫോർ ദ ഫിഷ്. അതുപോലെ തന്നെ കാറ്റിൽ മാനുവർ ഓൾസോ ബിക്കം ഫീഡ് ഫോർ ഫിഷ്. ഇൻ ടേൺ വി ഗെറ്റ് ബോത്ത് ദ കമോഡിറ്റി. അതായത് കാറ്റിലിൽ നിന്നാണെങ്കിൽ നമുക്ക് മീറ്റ് അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നു. ഫിഷ് ആസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മാനുവർ, ഹൗ ദീസ് മാനുവർ ആക്ച്വലി എഫക്റ്റ് ഓർ enhance the system, intensification system.
That is, manure is actually having a fertilizing effect. That is, bacteria will break down this organic manure into simpler components or simpler minerals, like it release nutrients, and these minerals use either phytoplankton and zooplankton growth ഉണ്ടാവും. So fishes can eat on this manure as such, or it can be relied on this phytoplankton and zooplankton as feed, as food. Then main fish species cultivated in integrated farming systems are major ആയിട്ട് കാർപ്പാണ്, അതുപോലെ തന്നെ ബിഗ് ഹെഡ് കാർപ്പ്, സിൽവർ കാർപ്പ്, ഹൈപ്പോഫ്താൽമിക്ടസ് മൊളിട്രിക്സ്, ദെൻ പോളിക്കൾച്ചർ, ദാറ്റ് ഈസ് കട്ട്ല, റോഹു, മൃഗാൾ, അതുപോലെ തന്നെ ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ്, കോമൺ കാർപ്പ്. ബിക്കോസ് ഡെട്രിറ്റസ് ഫീഡിംഗ് ആയിട്ടുള്ള കാർപ്പ് എന്ന് പറയുന്നത് ഇതിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് കട്ട്ല, റോഹു, മൃഗാൾ, ദെൻ ഡക്ക് ആൻഡ് ഫിഷ് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. ദെൻ ടിലാപ്പിയ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. ദെൻ ഓറിയോക്രോമസ് മെസാംബിക്കസ്, അതുപോലെ തന്നെ ഓറിയോക്രോമസ് ഓറിയസ്. ദെൻ എയർ ബ്രീത്തിങ് ഫിഷസ് ലൈക്ക് ക്ലേറിയസ്, മുഗിൽസെഫാലസ് തുടങ്ങിയവയൊക്കെ. മുഗിൽസെഫാലസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രാക്കിഷ് വാട്ടർ കൾച്ചറിന് ലൈൻ കണ്ടീഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. Then there are types of and amounts of manure input. So manure, as we have already mentioned, it is highly nutritious and highly fertilizing effect ഉള്ളതാണ്. So sodium, potassium, phosphorus in the content iluണ്ട്. That is nitrogen 72 to 79%, phosphorus 61 to 87%, and potassium 82 to 92% നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then comparative effectiveness of this manure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹൈലി ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളത് ഡക്ക് മാനുവറിനാണ്. ദെൻ കംസ് ദ പിഗ് മാനുവർ, ദെൻ റോ ചിക്കൻ മാനുവർ, ദെൻ കാറ്റിൽ ആൻഡ് ദെൻ ദ ഷീപ്പ്. അങ്ങനെയാണ് പോകുന്നത്. സോ ദെൻ ദ ബേസ്ഡ് ഓൺ നൈട്രജൻ കണ്ടൻറ്റ് ഓഫ് മാനുവർ for production of fish yield of 174.7 kilogram per 200 meter square per ഇയറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡക്കാണ് ഏറ്റവും കൂടുതൽ. മാനുവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2.6% ആണ്. ലൈഫ് സ്റ്റോക്ക് നമുക്ക് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഇറ്റ് ഇസ് 1335 ആണ്. അതുപോലെ തന്നെ പിഗിൻ്റെ ആണെങ്കിൽ percentage of manure production is 1.9%, cow 2.2, and buffalo is 1.1. Then how this manure is applied? Fish in the manure application എന്ന് പറയുന്നത് it should start 1 to 2 weeks before the fish stocking is being done. Then it should be applied in the morning time, either just after sunrise, അതായത് ഒരു മിഡ് മോർണിംഗ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ നല്ല. ബിക്കോസ് ദർ ആർ പോസിബിലിറ്റി ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ബിക്കം ലോ ഇൻ വെൻ വി അപ്ലൈ ദിസ് മാനുവർ. അപ്പം ആ ഒരു കണ്ടീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദെൻ മെയിൻറ്റെയിൻ എ റെഗുലർ സ്കെഡ്യൂൾ, എൻഷ്യൂർ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി ഓൾവേസ് in case of low dissolved oxygen. Then we can scrape off 2 to 5 centimeter of pond surface soil, and it can be fed to this nearby vegetable garden. അപ്പോൾ ആസ് എ ഫെർട്ടിലൈസർ ഒരു പോണ്ട് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് സർഫസ് ഓയിലിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒരു വെജിറ്റബിൾ ഗാർഡനിലേക്ക് സപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എ ഗുഡ് ഫെർട്ടിലൈസർ. And what are the disadvantages of manuring? Manure എന്ന് പറയുന്നത് it contains only very few of the edible matter or crude protein എന്ന് പറയുന്നത് 25% മാത്രമേ ഉള്ളൂ. ബാക്കി 75% എന്ന് പറയുന്നത് fecal matter ആണ്, which is not being taken or assimilated by the fish. It contains more of uric acid, but it is not utilized അല്ലെങ്കിൽ absorbed by the fish. Then manure also contains less energy, അതായത് മോർ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ലെസ് എനർജിയാണ്. ദെൻ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഫിഷ് yield when water and soil is poor in essential nutrients. ഹൈ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ ഇറ്റ് ഈസ് നോട്ട് ബീൻ ഫേവറബിൾ. Then intensification, how to intensify this system using manure. That is using energy-rich cereals like feed like cereals, rice bran, അല്ലെങ്കിൽ pellet ഫീഡൊക്കെ നമുക്ക് കൊടുക്കാം ഫിഷിന്. ടു ഇൻറ്റൻസിഫൈ, ടു ഇൻക്രീസ് ദ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂട്ടാം.
എയറേഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഹൈ ഇനീഷ്യൽ ബയോമാസ് ഇടാം. അതുപോലെ തന്നെ ഫിഷ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ഡിഫറെൻറ്റ് സൈസ്. അപ്പോൾ പല ഏജിൽ വെച്ചിട്ട് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫസ്റ്റ് ഇൻറ്റൻസിഫൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിഷ് കം പിഗ് ഫാമിംഗ് ആണ്. അതിൽ നമ്മൾ ഫിഷിനെ ഇതുപോലെ ഒരു പിക്കിൻ്റെ ഒരു പിഗ് ഹൗസ് വിൽ ബി മെയ്ഡ് ഓവർ ദിസ് ഫിഷ് പോണ്ട്. ഇതേപോലെ ഒരു ബാംബൂ പോൾസ് ഒക്കെ വെച്ചിട്ട് നെറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പിഗ് ഹൗസ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ പിഗിൻ്റെ എക്സ്ക്രീറ്റ നമുക്ക് ഇങ്ങോട്ട് ഫിഷ് പോണ്ടിലോട്ട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വെൻറ്റിലേറ്റഡ് ആയിരിക്കണം പിഗ് ഹൗസ് എന്ന് പറയുന്നത്. അറൗണ്ട് 30 to 40 pigs can be reared for 1 hectare ഏരിയ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇതിനോട് നിയർ ബൈ വി ക്യാൻ സീ ദ വെജിറ്റബിൾ ഗാർഡൻ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫെർട്ടിലൈസറിനെ നമുക്ക് വെജിറ്റബിൾ ഗാർഡനിലേക്കും പ്രൊവൈഡ് ചെയ്യാം. സോ അതൊരു വലിയൊരു നല്ലൊരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് മെത്തേഡാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഒറിജിനൽ പിഗ് ഫാം ഓവർ കൺസ്ട്രക്റ്റഡ് ഓവർ ഫിഷ് പോണ്ട്. അപ്പോൾ ഇതാണ് ഫിഷ് പോണ്ട്. ആൻഡ് ദീസ് പിഗ്സ് ആർ റിയർഡ് ഓവർ ഇത് കോൺക്രീറ്റിൻ്റെ ഒരു ഇതാണ്, നോ മെഷിങ് അല്ലെങ്കിൽ ബാംബൂ പോൾസ് വെച്ചിട്ടുള്ള. അപ്പം ഈ പിഗ് എക്സ്ക്രീറ്റ നമ്മൾ ഇങ്ങോട്ട് സ്ക്രേപ്പ് ഓഫ് ചെയ്തിട്ട് കളക്ട് ദ പിഗ് എക്സ്ക്രീറ്റ ആൻഡ് ക്യാൻ സ്പ്രിങ്കിൾ ഓവർ ദ ഫിഷ് പോണ്ട്. ദെൻ പിഗ് എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗുഡ് ഫെർട്ടിലൈസർ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 70% ഓഫ് ഡൈജസ്റ്റബിൾ ഫുഡാണ്. സോ ഇറ്റ് ഓൾസോ ഈ പിഗ് എക്സ്ക്രീറ്റ ക്യാൻ ബി ടേക്കൺ ആസ് സച്ച് ആസ് ഫുഡ് ഫോർ സം ഡെട്രിറ്റസ് ഫിഷസ്. അതുപോലെ തന്നെ ഫൈറ്റോ ആൻഡ് സൂപ്ലാങ്ക്ടൺ ഗ്രോത്തിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട്ല, റോഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ്, കോമൺ കാർപ്പ് ഇങ്ങനെയുള്ള ഫിഷസിനെ നമുക്ക് വളർത്താവുന്നതാണ്. അറൗണ്ട് 6,000 to 7,000 kilogram per hectare per year ഫിഷസ് ഈൽഡുണ്ട്. വിത്ത് along with 4,200 to 4,500 kilogram per പിഗ് മീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ 2 ഗുണമുണ്ട്. ദെൻ ഫിംഗർലിങ്സ് എന്ന് പറയുന്നത് 8,000 to 8,500 per hectare എന്നുള്ള രീതിയിലാണ് ഫിഷ് സ്റ്റോക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇസ് ഫിഷ് കം ഡക്ക് ഫാമിംഗ്. അപ്പം ഡക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിവിങ് മാനുവർ മെഷീൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ന്യൂട്രീഷണലി റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡക്ക് ഡ്രോപ്പിംഗ്സ് കണ്ടെയ്ൻ 25% ഓഫ് ഓർഗാനിക്, 20% inorganic substances which is rich in carbon, nitrogen, phosphorus, potassium and calcium. So it is very rich and it can definitely enhance the production of fish. About dabbling of this duck over the pond, it releases the nutrients from the soil. അപ്പോൾ ന്യൂട്രിയൻസിന് അത് ഡാബിൾ ചെയ്ത് നടക്കുമ്പോഴത്തേക്കും അതിന് എയറേഷൻ കൂട്ടും, അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ റിലീസ് ഉണ്ടാവും. പിന്നെ ഇറ്റ് ഓൾസോ ഫീഡ്സ് ഓൺ ഇൻസെക്ട്സ്, ലാർവേ, ടാഡ്പോള അതിനെയൊക്കെ കഴിക്കും, അക്വാട്ടിക് വേംസിനെയൊക്കെ കഴിക്കും, വീഡ്സിനെ കഴിക്കും. ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് ദിസ് ഡക്ക് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഫിംഗർലിങ്സിനെ മാത്രമേ നമ്മൾ ആയിക്കഴിഞ്ഞ ശേഷം മാത്രമേ വി ഇൻട്രൊഡ്യൂസ് ദിസ് ഡക്ക് ഇൻ ടു എ പോണ്ട്. ദെൻ ഫിംഗർലിങ്സ് എന്ന് പറയുന്നത് 6,000 per hectare എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. So we can construct a low cost, this is a duck farm. ഇതൊരു ഡക്ക് ഫാമിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഒരു ലോ കോസ്റ്റ് ഡക്ക് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ അതിൽ നമുക്ക് ഒരു നെറ്റിംഗ് ഒക്കെ കൊടുക്കാം. ആ നെറ്റിങ്ങിൻ്റെ ഉള്ളിൽ അപ്പോൾ ഡക്ക് ദേ വിൽ വാണ്ടർ അറൗണ്ട് അറ്റ് ടൈംസ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് ഈ ഡക്ക് ഹൗസിലേക്ക് നമുക്ക് തിരിച്ച് അതിനെ കയറ്റാവുന്നതാണ്. അപ്പം ഈ ഡക്ക് ഇതിൽ വാട്ടറിലൂടെ നടക്കുമ്പോഴത്തേക്കും ഡക്ക് ഡ്രോപ്പിംഗ്സ് വിൽ ഡയറക്ട്ലി ഫോൾ ഇൻ ടു ദ വാട്ടർ. അപ്പോൾ ദർ ഇസ് നോ നീഡ് ഫോർ അഡീഷണൽ ഫെർട്ടിലൈസേഴ്സ്. സ്റ്റോക്കിംഗ് ക്യാൻ ബി ഡൺ അറ്റ് എ റേറ്റ് ഓഫ് 200 to 300 ducks per hectare. അതുപോലെ 2 to 4 months ഓൾഡ് ഡക്ലിങ്സ് ആണ് ഇതിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കട്ട്ല, കോമൺ കാപ്പ്, മൃഗാൾ ഇങ്ങനെയുള്ള ഫിഷ് സ്പീഷീസിനെയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 18,000 eggs നമുക്ക് കിട്ടും. അതേപോലെ തന്നെ വി ഗെറ്റ് ഡക്ക് മീറ്റ് ഓൾസോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഫിഷ് കം പോൾട്രി ഫാം. നമ്മൾ ഡക്ക് ഫാം പോലെ തന്നെ വി കൺസ്ട്രക്റ്റ് എ പോൾട്രി ഫാം ഓവർ ഒരു പെൻ, ഒരു പോൾട്രി അല്ലെങ്കിൽ ഒരു പോൾട്രി ഹൗസ് ഓർ പെൻ
വിൽ ബി കൺസ്ട്രക്റ്റഡ് ഓവർ എ ഫിഷ് പോണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കാം. സോ ദാറ്റ് ഹെൻ ക്യാൻ, നമുക്ക് അറിയാം ഹെൻസ് ഡോണ്ട് വോണ്ട് എൻറ്റർ ഇൻ ടു ദ വാട്ടർ ബോഡി. അപ്പം അതുകൊണ്ട് ദേ ഹാവ് ടു ബി, അല്ലെങ്കിൽ ദേ ഹാവ് ടു സീക്ക് ഫോർ അതർ ഏരിയാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രിഡ്ജൊക്കെ ഇങ്ങനെ കൊടുക്കാം. പെൻ എന്ന് പറയുന്നത് ഒരു 2000 to 250 ബേർഡ്സ് അതിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു വലിയ പെൻ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ താഴെ എന്ന് പറയുന്നത് ലിറ്റർ, ഡ്രൈ സ്ട്രോ, അതുപോലെ തന്നെ ഹെയർ, സോ ഡസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ദെൻ ഡ്രോപ്പിംഗ്സ് കമ്പൈൻ വിത്ത് ദ ലിറ്റർ, അതാണ് നമ്മൾ, ഇറ്റ് ഈസ് എ ഗുഡ് ഫെർട്ടിലൈസർ ആൻഡ് ക്യാൻ ബി ആഡഡ് ടു ദ ഫിഷ് പോണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3% nitrogen, then 2% phosphorus, 2% potash, etc. അതിൽ 4000 to 4500 കിലോഗ്രാം ഫിഷ് ഈൽഡ് ഉണ്ട്. അതുപോലെ തന്നെ 70,000 എഗ്സ് നമുക്ക് കിട്ടും. പിന്നെ ചിക്കൻ മീറ്റും കിട്ടും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് ദ കാറ്റിൽ ഫിഷ് ഫാമിംഗ്. കാറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് much fertilizing compared to this other integrated system. So a cattle pen, like cattle shed, cow shed can be constructed near fish pond. Then 8,000 fingerlings per hectare, like ഈ റോഹു, കട്ട്ല എന്നൊക്കെ പറയുന്ന സിൽവർ കാർപ്പ്, കോമൺ കാർപ്പ്, ഇങ്ങനെയുള്ള ഫിഷസിനെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. And we get cattle manure at a rate of 7,000 kilogram per hectare. Supplementary feeds can be given because the cattle fecal matter is not much nutritionally active. So rice bran, അതുപോലെ തന്നെ മസ്റ്റാർഡ് ഓയിൽ, കേക്ക്, ഇങ്ങനെയുള്ള സപ്ലിമെൻ്ററി ഫീഡ് നമുക്ക് ഫിഷിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. So that's about the integrated farming system.